ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വൈകുന്നേരം ഞാനിവിടെ അടുത്തൊരു എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡിറ്റക്റ്റീവായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അവർ തരുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പസിൽസ് സോൾവ് ചെയ്യുക. അതിന് കുറേ ലെവൽസ് ഉണ്ട്. അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയാണ് ഇന്ന് പ്ലാൻ. ആൻഡ് അവർ ഓൾറെഡി പുറത്ത് പോയി. ഞാൻ ഇനി അവിടെ എത്തണം. ആൻഡ് അതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ താണ്ടെ ആ കാണുന്ന 33 നമ്പർ ബസ്സിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന അവസാനം ഇവിടെ കണ്ടുപിടിച്ച് എല്ലാരും ഉണ്ട്. ആൻഡ് ഞങ്ങളിപ്പം എസ്കേപ്പ് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗൈസ്, അവസാനം നമ്മളിവിടെ എത്തി. കണ്ടില്ലേ, എസ്കേപ്പ് റൂമിന്റെ അകത്താണ് നമ്മളിപ്പം ഇതാണ്ട് ഇവിടെ ബുക്ക് ചെയ്യാണ്. ഇപ്പം എങ്ങനെയുണ്ട് എന്റെ പുതിയ തൊപ്പി? ഞങ്ങള് ഗെയിം കളിക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ഫോൺ കൊണ്ടുപോകുന്നില്ല കേട്ടോ, ഇവിടം വരെ ഉള്ളൂ. അപ്പൊ വന്നിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ ഞാൻ അവസാനം പോവാണ് ഗൈസ്. കഴിഞ്ഞു, ഇതിന്റെ കഥകൾ വന്നിട്ട് പറയാവേ. So guys, we are at the exit games and to the escape room. And we take more than 1 hour. We can't complete in the given time. But finally, we completed it. Woo! It's the whole team. Harris is the best one. He find all the clues. And there is only the push girl. and here we are. The all. എസ്കേപ്പ് റൂം അടിപൊളിയായിരുന്നു. കാരണം അവിടെ നമുക്ക് ഇങ്ങനെ കുറെ ക്ലൂസ് ഉണ്ട്. അങ്ങനെ 2-3 മുറിയുണ്ട്. നമ്മൾ താണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഞാനില്ലേ, കുറച്ച് നേരം മുമ്പ് എസ്കേപ്പ് റൂമിലായിരുന്നു. അത് അടിപൊളിയായിരുന്നു. കാരണം നമ്മളെല്ലാവരും കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മളിങ്ങനെ ഡിറ്റക്റ്റീവായിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഈ എസ്കേപ്പ് റൂം. എന്താന്ന് വെച്ചാൽ, ഒരു കൊലയാളിയുണ്ട്, ഒരു മർഡറർ, അവരെ ഫൈൻഡ് ചെയ്യുക. പക്ഷെ വിറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ എല്ലാ ക്ലൂവും കണ്ടുപിടിച്ചു. പക്ഷേ നമ്മൾ മര്യാദയ്ക്ക് നമ്പർ ടൈപ്പ് ചെയ്തില്ല. നമ്പർ ടൈപ്പ് ചെയ്തിട്ടാണ് ഒരാളെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കേണ്ടി വന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ ടൈം എടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് എനിവേ നമ്മളത് ഫൈൻഡ് ചെയ്തു. നമ്മൾ 7 പേരുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് തണുത്ത് പറിച്ചിട്ടാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. അയ്യോ, ഇപ്പം ഞാൻ തിരിച്ചു പോവാണ് ഇവിടുന്ന്. അതിന് ശേഷം നമ്മൾ കുറച്ച് സാധനം മേടിക്കാൻ വന്നതാണ് ഇവിടെ രാത്രി. ഞാൻ കുറച്ച് സാധനം മേടിച്ചു. ആൻഡ് ഇറ്റ്സ് മീ അഗൈൻ. തിരിച്ചെത്തി. ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ ഞാൻ താണ്ടെ എൻ്റെ റൂമിൽ തിരിച്ചെത്തി. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ മറ്റേ എസ്കേപ്പ് റൂമിലാണ്. അപ്പോൾ എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒരു മർഡർ സോൾവ് ചെയ്യണം, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് അത് അടിപൊളിയായിരുന്നു. ആൻഡ് ഞങ്ങൾ സോൾവ് ചെയ്തു. ആൻഡ് ഞാൻ തിരിച്ചെത്തി. ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.